ഹേ ഓൾ, ഇന്ന് ഞാൻ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തേങ്ങ അരച്ച മുട്ടക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ എൻ്റെ നാട്ടിൽ ഇതിനെ പറയുന്നത് മുട്ട ആണം വെച്ചതെന്ന് പറയാം. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു മീഡിയം സൈസ് ഉള്ളി, പിന്നെ ഒരു മുറി തേങ്ങ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ വലിയ ജീരകം 1 ടീസ്പൂണ്, പിന്നെ 2 വലിയ പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയും. പിന്നെ മെയിനായിട്ട് വേണ്ട സാധനം 3 മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഇടാം. ഉള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഈ ഒരു സമയത്ത് ഇട്ടിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, വാട്ടിയെടുക്കാം. ഇത് നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മൾ അരപ്പില്ലേ, അത് ഇതിലേക്ക് എന്ത് ചെയ്യുക, ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇടുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ എത്ര ഉപ്പ് വേണോ അതിനനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിൽ നമുക്ക് മുട്ട ആഡ് ചെയ്യണം. മുട്ട ഞാൻ 3 മുട്ടയാണ് ഇതിലിടുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് മുട്ട കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. മുട്ട ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി, അധികം മിക്സ് ചെയ്യണ്ട. അപ്പോൾ ഇതാ നമ്മളെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അതിന് കുറച്ചുകൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഈസി ആയിട്ടുള്ള തേങ്ങ അരച്ച മുട്ടക്കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ഏതപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.